അങ്ങനെ വീട്ടിലെത്തിയിട്ട് പിറ്റേന്ന് രാവിലെ വീഡിയോസ് ഒന്നും എടുക്കാനുള്ള ഒരു മൂഡും ഉണ്ടായിരുന്നില്ല കേട്ടോ. മൊത്തത്തിലൊരു മൂകതയായിരുന്നു. അതുകൊണ്ട് തന്നെ ജിമ്മിന് എന്തായാലും വരണം എന്നുള്ളൊരു പ്ലാൻ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് നമ്മുടെ പഴയ ഒരു മൈൻഡ് സെറ്റിലേക്ക് വരണ്ടേ. അപ്പൊ നമ്മുടെ തേജിനോട് പറഞ്ഞ വാക്ക് ഞാൻ പാലിച്ചിട്ടുണ്ട് കേട്ടോ. അവനെ കൊണ്ട് തന്നെയാണ് വന്നേക്കണത്. അങ്ങനെ വർക്കൗട്ട് ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കണം നിപ്പാണ് കേട്ടോ. നമ്മളിത് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. അപ്പൊ വീഡിയോ എടുക്കുന്ന ആള് നമ്മുടെ തേജുമാണ് കേട്ടോ. ആരുടെങ്കിലും വീഡിയോ എടുക്കുമ്പോൾ അവർക്ക് നാണം കാണിച്ച തേജു നന്നായിട്ട് അവരുടെ വീഡിയോ എടുക്കും. അപ്പൊ നമ്മുടെ പാറുവിന്റെ അമ്മ ചെറുതായിട്ടൊരു നാണം കാട്ടിയപ്പോൾ തേജു ഇതേ മുമ്പ് പോയി നിന്നിട്ട് തന്നെ വീഡിയോ എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളിതെല്ലാം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുണ്ട്. പോണ വഴിക്ക് നമ്മുടെ ജിമ്മിന്റെ നേരെ ചോടതേ പോപ്പീസിന്റെ അവിടെ. അപ്പൊ ഒന്ന് ഞാനും തേജും കൂടിയിട്ട് അവിടെ കയറി നമ്മുടെ കുഞ്ഞിച്ചേകനെ കുറച്ച് ഡ്രസ്സ് നോക്കാൻ വേണ്ടിയിട്ട്. ആരുടെ ഡെലിവറി കഴിയണേക്കാൻ മുന്നേ തന്നെ ഈ പോപ്പീസ് കാണുമ്പോൾ തേജ് പറയാറുണ്ട് കേട്ടോ, നമുക്ക് ഉണ്ണിയായി കഴിഞ്ഞ് ഇവിടുന്ന് ഡ്രസ്സ് എടുക്കണമെന്ന്. പിന്നെ ഇതൊക്കെ പെൺകുട്ടികളുടെ ഡ്രസ്സാട്ടോ, നല്ല ഡ്രസ്സ് ഉണ്ടായിരുന്നു. നമ്മൾ ആൺകുട്ടിക്ക് എടുക്കാൻ വന്നാണെങ്കിലും നമ്മുടെ കണ്ണ് ഫുള്ള് പോണത് അങ്ങോട്ടാവും. വിൻഷേട്ടൻ പട്ടാമ്പി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പൊ നമ്മൾ ഹെൽമെറ്റ് നോക്കാന്ന് വിചാരിച്ചിട്ട് കയറിയിട്ടാ. തേജുനും വാങ്ങണം ഹെൽമെറ്റ്. തേജുന് വാങ്ങണത് കുറെ ദിവസമായിട്ട് കേട്ടോ പ്ലാൻ ചെയ്യുന്നു. അങ്ങനെ അവനും വാങ്ങി. പിന്നെ വിൻഷേട്ടന്റെ ഹെൽമെറ്റും കംപ്ലൈന്റ് ആയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ വിൻഷേട്ടന് നോക്കിയിട്ടുണ്ട്. ലാസ്റ്റ് ഇതേ തേജു ഇതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നത്. വിൻഷേട്ടൻ ഇത് കേട്ടോ. അപ്പൊ രണ്ടാൾക്കും ഇതേ സെറ്റ് ആയിട്ടുണ്ട്. പിന്നെ അതിന്റെ ഇടയിൽ തേജു ഇതേ ഒരു കീച്ചയം വാങ്ങിയിട്ട്. അവന് ഈ കീച്ചയുടെ കളക്ഷൻ കുറച്ച് കൂടുതലാണ്. അങ്ങനെ അതെല്ലാം ആയിട്ട് നമ്മൾ നേരെ അതേ ഫുഡ് കഴിക്കാനായിട്ടാണ് പോയത്. അപ്പൊ പ്രാവശ്യം നമ്മൾ ഫുഡ് മാഫിയൊക്കെയാണ് പോയത്. കാരണം നമ്മുടെ വീട് എത്താറാവുമ്പോഴായിട്ടാണ് നമ്മൾ കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ അതേ തേജുവിന് മന്തി വേണമെന്ന് പറഞ്ഞപ്പോൾ അവൻ അത് വാങ്ങി. എനിക്കിത് അൽഫാമും വാങ്ങിയിട്ടാണ്. പിന്നെ ഭയങ്കര ചൂടായതുകൊണ്ട് തന്നെ നമ്മൾ ജ്യൂസും പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. തണ്ണിമത്തനും ലൈമൊക്കെ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞിട്ട് ഇതേ വീട്ടിലെത്തിയപ്പോൾ ഒരാൾ നിൽക്കണം നിപ്പാട്ടോ. ഇത് ഉറങ്ങുമ്പോഴും ഹെൽമെറ്റ്, ഒരാൾക്ക് ഒരു ഹെൽമെറ്റ് വാങ്ങിയിട്ട് വെച്ചിട്ട് ഉറങ്ങുമ്പോഴും ഹെൽമെറ്റ്. വെയിലത്ത് വന്ന ക്ഷീണം മാറ്റാൻ വേണ്ടി കുറച്ചേരം ഞങ്ങളൊന്ന് കിടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നേരെ വൈകുന്നേരം ആയപ്പോൾ നമ്മുടെ ചെടികളൊക്കെ നനയ്ക്കാൻ നിൽക്കുകയാണ്. മുറ്റത്തേക്ക് ഇറങ്ങിയാൽ നേരം പോണത് അറിയില്ല കേട്ടോ. പ്രത്യേകിച്ച് മുറ്റടിക്കാൻ നിന്നാലാണ് ചെടി പിന്നെ അങ്ങനെ നടന്ന് നനയ്ക്കല്ലേ വേണ്ടു. പിന്നെ ഞാനിത് മുറ്റൊക്കെ ഒന്ന് കഴുകിയിട്ടും കൂടി ഉണ്ടായിരുന്നു. വിൻഷേട്ടൻ വൈകുന്നേരം ഈ സമയങ്ങളിൽ ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ കാപ്പി വെക്കാറുണ്ട് കേട്ടോ. അപ്പൊ അതിലേക്ക് ഇതേ നെയ്യിൽ ബ്രെഡ് പൊരിച്ചതും കൂടി ഉണ്ടായിരുന്നു. പിന്നെ ജിഷ്ണേട്ടൻ വർക്ക് കഴിഞ്ഞിട്ട് നമ്മുടെ പടിക്ക് കൂടെ ആയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ആളും കയറിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് ഇതേ ബ്രെഡൊക്കെ കഴിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ നമ്മൾ ശർക്കരയുടെ അച്ചല്ലാട്ട വാങ്ങാറ്. ഇതുപോലെ പൊടി കുറച്ച് ലൂസാക്കിയിട്ടാണ് വാങ്ങിയേക്കണത്. അതുകൊണ്ട് എനിക്ക് വെക്കാൻ കുറച്ച് എളുപ്പമായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ തേജും കൂടി വന്നോട്ടോ. തേജ് വന്നാൽ പിന്നെ ജിഷ്ണേട്ടൻ അവിടെ 8ന്റെ പണി കിട്ടും. തേജുവിന് കളിക്കാൻ ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ വെറുപ്പിച്ചുകൊണ്ടിരിക്കും കേട്ടോ. നിർത്തില്ല, കളിയോട് കളിയാവേ. ജിഷ്ണേട്ടനാണെങ്കിൽ ഫസ്റ്റ് നിബന്ധന വെച്ചിട്ടുണ്ടായിരുന്നു, കളി തോറ്റാലും കരയരുത്, തോറ്റാ അതുപോലെ ബാറ്റിംഗ് തരും വേണം നാട്ടാ. കാരണം തേജു അങ്ങനെയാണ്, തോൽവി സമ്മതിച്ചു കൊടുക്കൂല, ബാറ്റ് കൊടുക്കൂല കേട്ടോ. പക്ഷെ നിബന്ധന വെച്ച കാരണം എന്താ തോന്നുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ കേട്ടോ. ബൈ.